എല്ലാവർക്കും നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് സ്വാഗതം. 30/6/2026 മുതൽ 6/7/2026 വരെയുള്ള ഓരോ രാശിക്കാരുടെയും വാരഫലങ്ങളാണ് എന്ന് പറയുന്നത്. ഇത് ചാരവശാൽ ഉള്ള ഒരു പൊതുഫലമാണ്. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ദശാപഹാരങ്ങൾ പരിഗണിക്കുമ്പോൾ ചിലപ്പോൾ ഫലങ്ങൾ വ്യത്യാസം ഉണ്ടാകാം. ഇന്നത്തെ ഗ്രഹനില പ്രകാരം സൂര്യൻ മിഥുനൻ രാശിയിൽ കൂടിയും ചൊവ്വ ഇടവൻ രാശിയിൽ കൂടിയും ബുധൻ ഗുരു ശുക്രൻ എന്നിവർ കർക്കിടകൻ രാശിയിൽ കൂടിയും ശനി വക്രഗതിയിൽ മീനൻ രാശിയിൽ കൂടിയും രാഹു കുംഭൻ രാശിയിൽ കൂടിയും കേതു ചിങ്ങൻ രാശിയിൽ കൂടിയും സഞ്ചരിക്കുന്നു. ശുക്രൻ 4-ാം തീയതി കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് രാശിമാറ്റം സംഭവിക്കുന്നുമുണ്ട്. അതുപോലെ ഈ ആഴ്ച ചന്ദ്രൻ ധനു മകരം കുംഭം എന്നീ രാശികൾ കൂടി സഞ്ചരിക്കുന്നു. മേടൻ രാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രക്കാർക്ക് ജൂലൈ 2, 3, 4, 5, 6 എന്നീ ദിവസങ്ങൾ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി കിട്ടാനുള്ള യോഗം കാണുന്നു. ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ, ശമ്പള വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം. കച്ചവടക്കാർക്ക് ധനലാഭം കാണുന്നു. ദൈവാധീനം കൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയോടെ നടക്കും. വാഹനം, ഭൂമി എന്നിവ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യങ്ങൾ നടക്കുവാൻ സാധിക്കും. കൃഷിക്കാർക്കും നല്ല നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ, ഒത്തുചേരലുകൾ എന്നിവ നടക്കാം. ജൂൺ 30, ജൂലൈ 1 എന്നീ ദിവസങ്ങൾ അത്ര ശുഭകരമല്ല. സന്താനങ്ങളെക്കുറിച്ചോർത്ത് അനാവശ്യമായ ഭയം ഉണ്ടാകാം. എങ്കിലും കുട്ടികളിൽ ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതാണ്. ധനം ചെലവഴിക്കുന്നതിൽ കരുതൽ വേണം. ധനനഷ്ടം സംഭവിക്കാം. എങ്കിലും വാഹനം, ഭൂമി എന്നിവ വാങ്ങുന്നതിലൂടെ അതൊരു നഷ്ടമായി കണക്കാക്കേണ്ടി വരില്ല. ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഇടവൻ രാശിക്കാരായ കാർത്തിക അവസാനത്തെ മുക്കാൽ, രോഹിണി മകീരം അര എന്നീ നക്ഷത്രക്കാർക്ക് 4, 5, 6 എന്നീ ദിവസങ്ങൾ ശുഭകരമാണ്. സഹോദരി സഹോദരന്മാരിൽ നിന്നും ധനസഹായം പ്രതീക്ഷിക്കാം. കൊടുത്ത കടം തിരിച്ചു കിട്ടുവാനും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ചില ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. എന്നാൽ ജൂൺ 30, ജൂലൈ 1, 2, 3 എന്നീ ദിവസങ്ങൾ അത്ര ഗുണകരമല്ല. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കുക. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുകയില്ല. സർക്കാരിൽ നിന്നും പ്രതികൂലമായ ഉത്തരവുകൾ ലഭിക്കാം. മനസ്സ് അസ്വസ്ഥമാകും. അലച്ചിൽ ഉണ്ടാകാം. മുരുകക്ഷേത്രം, ശിവക്ഷേത്രം എന്നിവ ദർശനം നടത്തി വഴിപാടുകൾ കഴിപ്പിക്കുക. മിഥുനൻ രാശിക്കാരായ മകീരം അവസാനത്തെ അര, തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രക്കാർക്ക് ജൂൺ 30, ജൂലൈ 1 എന്നീ ദിവസങ്ങൾ ശുഭകരമാണ്. സുഖാനുഭവങ്ങൾ വർദ്ധിക്കും. മൃഷ്ടാന ഭോജനം, ശയനസുഖം, കുടുംബസുഖം, സമ്മാനലാഭം എന്നിവ പ്രതീക്ഷിക്കാം. മനസ്സന്തോഷം ലഭിക്കും. പറയുന്ന വാക്കുകൾക്ക് ശക്തിയും ഫലസിദ്ധിയും ഉണ്ടാകും. രാഷ്ട്രീയക്കാർ, അധ്യാപകർ, വക്കീൽ എന്നിവർക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന സമയം കൂടിയാണ്. കാര്യങ്ങളൊക്കെ ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടെയും നേരിടാൻ സാധിക്കും. എന്നാൽ ജൂലൈ 2, 3, 4, 5, 6 എന്നീ ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാം. എന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് അസുഖങ്ങൾ വന്നാലും അധികം വൈകാതെ ഭേദം ആകുകയും ചെയ്യും. അതുപോലെ അഹങ്കാരം ഒഴിവാക്കുന്നത് നല്ലതാണ്. കാര്യതടസ്സം, ഭാഗ്യക്കുറവ്, ധനവ്യയം എന്നിവ അനുഭവപ്പെടാം. തൊഴിൽ സ്ഥലത്ത് പ്രതിസന്ധികൾ ഉണ്ടാവാം. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. കർക്കിടക രാശിക്കാരായ പുണർദം അവസാനത്തെ കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ജൂൺ 30, ജൂലൈ 1, 2, 3 എന്നീ ദിവസങ്ങൾ വളരെ അനുകൂലമാണ്. പുതിയ കൂട്ടുകച്ചവടം നടത്താൻ പറ്റിയ സമയമാണ്. വിശ്വസ്തരായ പങ്കാളിയെ ലഭിക്കും. പ്രേമകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാം. ഉല്ലാസയാത്ര, തീർത്ഥയാത്ര എന്നിവ ഉണ്ടാകാം.
മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടും. കാര്യലാഭം പ്രതീക്ഷിക്കാം. ഓഹരി നേട്ടം, ധനലാഭം, ശയനസുഖം എന്നിവ ഉണ്ടാകാം. ശത്രുക്കളിൽ മേൽ വിജയം ഉണ്ടാകും. ലോട്ടറികളിൽ നിന്നും നേട്ടമുണ്ടാക്കാം. കലാകാരന്മാർക്ക് പുതിയ വേദികൾ ലഭിക്കുവാനും അനുയോജ്യമായ സമയമാണ്. എന്നാൽ ജൂലൈ 4, 5, 6 എന്നീ ദിവസങ്ങൾ കുറച്ച് ശ്രദ്ധ വേണ്ടുന്ന ദിവസങ്ങളാണ്. ആരോഗ്യം ശ്രദ്ധിക്കുക. ശത്രുക്കൾ വർദ്ധിക്കാം. സംസാരം നിയന്ത്രിക്കുക. ധനപരമായ ഇടപാടുകളിൽ കരുതൽ വേണം. അലച്ചിലുകൾ ഉണ്ടാവാം. പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഭാഗ്യക്കുറവ് അനുഭവപ്പെടാം. ചിങ്ങൻ രാശിക്കാരായ മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രക്കാർക്ക് ജൂലൈ 2, 3, 4, 5, 6 എന്നീ ദിവസങ്ങൾ ശുഭകരമാണ്. ശത്രുക്കളിൽ നിന്നും വിജയവും മോചനവും ലഭിക്കും. കുടുംബത്തിൽ സമാധാനം, ഐശ്വര്യം, മനസ്സിനിഷ്ടപ്പെട്ട ഭക്ഷണം, സുഖനിദ്ര എന്നിവ ഉണ്ടാകും. കാര്യങ്ങളൊക്കെ കുറച്ച് പരിശ്രമിച്ച് വിജയത്തിൽ എത്തിക്കും. ജൂൺ 30, ജൂലൈ 1 എന്നീ ദിവസങ്ങൾ ഗുണകരമല്ല. മനസ്സിന് അസ്വസ്ഥത ഉണ്ടാവാം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. പങ്കാളിയുമായി തർക്കത്തിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക. കടങ്ങൾ വർദ്ധിക്കാതെ സൂക്ഷിക്കുക. യാത്രകളിൽ തടസ്സം നേരിടാം. ധനനഷ്ടമുണ്ടാവാതെ ശ്രദ്ധിക്കുക. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. സമയദോഷം ലഘൂകരിക്കുന്നതിന് ശ്രീകൃഷ്ണ ക്ഷേത്രം, ഗണപതി ക്ഷേത്രം എന്നിവ സന്ദർശിച്ചു വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. കന്നിരാശിക്കാരായ ഉത്രം, അവസാനത്തെ മുക്കാൽ, അത്തം, ചിത്തിര, അര എന്നീ നക്ഷത്രക്കാർക്ക് ജൂലൈ 4, 5, 6 എന്നീ ദിവസങ്ങൾ അനുകൂലമാണ്. കുടുംബസൗഖ്യം ഉണ്ടാകും. ദൈവാധീനം കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയോടെ നടക്കും. സമൂഹത്തിൽ അംഗീകാരം, സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ എന്നിവ ലഭിക്കും. ജോലിസ്ഥലത്ത് അനുകൂലമായ സ്ഥിതി ഉണ്ടാകും. ശത്രുക്കളിൽ മേൽ വിജയം കൈവരിക്കും. പൊതുവെ ഈ ദിവസങ്ങൾ വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. ജൂൺ 30, ജൂലൈ 1, 2, 3 എന്നീ ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. അനാവശ്യമായ ചിന്തകൾ കൊണ്ട് മനസ്സ് അസ്വസ്ഥമാക്കും. സന്താനങ്ങളെക്കുറിച്ച് ഓർത്ത് വേവലാതി ഉണ്ടാക്കും. ഉദരരോഗം വരാൻ ശ്രദ്ധിക്കുക. 11ാം ഭാവത്തിലെ ഗുരു ശുക്ര ബന്ധം എല്ലാ കാര്യത്തിലും ഒരു ഗുണം കൊണ്ടുവരും. തുലാം രാശിക്കാരായ ചിത്തിര, അവസാനത്തെ അര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രക്കാർക്ക് ജൂൺ 30, ജൂലൈ 1 എന്നീ ദിവസങ്ങൾ വളരെ അനുകൂലമാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. സഹോദരങ്ങളിൽ നിന്നും അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും. ധനലാഭം, കുടുംബസുഖം എന്നിവ പ്രതീക്ഷിക്കാം. മനസ്സിനിഷ്ടപ്പെട്ട ഭക്ഷണം, ശയനസുഖം എന്നിവ ലഭിക്കാം. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാകും. ശത്രുവിന്മേൽ വിജയമുണ്ടാകും. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം. പങ്കാളിയുമായി യോജിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കും. ജൂലൈ 2, 3, 4, 5, 6 എന്നീ ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. അനാവശ്യമായ ചെലവുകൾ ഉണ്ടാകാം. ശാരീരിക അസ്വസ്ഥതകൾ വരാം. കലഹങ്ങളിൽപ്പെടാതെ മാറി നിൽക്കുക. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികളുണ്ടാവാം. അകാരണമായി കോപമുണ്ടാകാം. മനസ്സും നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കുക. വിഷ്ണുപ്രീതി വരുത്തുക. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. വൃശ്ചിക രാശിക്കാരായ വിശാഖം, അവസാനത്തേക്കാൽ, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ജൂലൈ 2, 3 എന്നീ ദിവസങ്ങൾ അനുകൂലമാണ്. കാര്യലാഭം, വസ്ത്രലാഭം, ധനലാഭം എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബസൗഖ്യം, ധർമ്മകാര്യസിദ്ധി, ഈശ്വരാധീനം കൊണ്ട് എല്ലാ കാര്യവും ഭംഗിയായി നടക്കും. മനസമാധാനം വീണ്ടെടുക്കും. സഹോദരി സഹോദരന്മാരിൽ നിന്നും അനുകൂലമായ പിന്തുണ ലഭിക്കും. എന്നാൽ ജൂൺ 30, ജൂലൈ 1 എന്നീ ദിവസങ്ങൾ ധനപരമായ ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധ വേണം. ധനനഷ്ടം, കാര്യതടസ്സം എന്നിവ കാണുന്നു. സന്താനങ്ങളെക്കുറിച്ചോർത്ത് പലതരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകാം.
ഓർമ്മക്കുറവ് വരുവാനും സാധ്യതയുണ്ട്. ജൂലൈ 4, 5, 6 എന്നീ ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. അനാവശ്യമായ ചിന്തകൾ കൊണ്ട് മനസ്സ് അസ്വസ്ഥമാകും. എങ്കിലും ഭാഗ്യത്തെ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഗുരു ശുക്ര ബുധ യോഗം എല്ലാ കാര്യത്തിലും ഒരു അനുകൂലമായ ഇടപെടലുകൾ ഉണ്ടാകും. ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രക്കാർക്ക് ജൂൺ 30, ജൂലൈ 1, 4, 5, 6 എന്നീ ദിവസങ്ങൾ ശുഭകരമാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം, ശയനസുഖം, കുടുംബസൗഖ്യം, വസ്ത്രലാഭം എന്നിവ കാണുന്നു. സഹോദരി സഹോദരന്മാരിൽ നിന്നും അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിസ്ഥലത്ത് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവാം. കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ വിജയിക്കും. കടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വീടുവാനുള്ള സാഹചര്യം ഉണ്ടാകും. തടസ്സങ്ങൾ മാറിക്കിട്ടും. തീർത്ഥയാത്ര, ഉല്ലാസയാത്ര എന്നിവയ്ക്ക് പറ്റിയ സമയം കൂടിയാണ്. എങ്കിലും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ദോഷവശങ്ങൾ പരിഹരിക്കുന്നതിന് വിഷ്ണുപ്രീതി വരുത്തുക. ജൂലൈ 2, 3 എന്നീ ദിവസങ്ങളിൽ ധനച്ചെലവ് ഉണ്ടാകും. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അതുപോലെ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുക. മകരം രാശിക്കാരായ ഉത്രാടം അവസാനത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടമര എന്നീ നക്ഷത്രക്കാർക്ക് ജൂലൈ 2, 3 എന്നീ ദിവസങ്ങൾ അനുകൂലമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും. മനസ്സിനിഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള സാഹചര്യം ലഭിക്കും. വിചാരിക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കും. ജൂൺ 30, ജൂലൈ 1, 4, 5, 6 എന്നീ ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. അമിത ചെലവ് വരാം. ധനനഷ്ടം സംഭവിക്കാം. മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. അലച്ചിലുകൾ വരാം. പ്രവൃത്തിയിലൂടെ ധനം സമ്പാദിക്കാൻ സാധിക്കും. സന്താനങ്ങളെ കൊണ്ട് മനസ്സിൽ സന്തോഷം, ശത്രുക്കളിൽ മേൽ വിജയം എന്നിവ ഉണ്ടാകാം. സ്ത്രീജനങ്ങളിൽ നിന്നും അപമാനങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. അനാവശ്യ കലഹത്തിൽപ്പെടാതെ സൂക്ഷിക്കുക. ആരോഗ്യവും ശ്രദ്ധിക്കുക. കുംഭരാശിക്കാരായ അവിട്ടം അവസാനത്തെ അര, ചതയം, പൂരുരുട്ടാതി, കാൽ എന്നീ നക്ഷത്രക്കാർക്ക് ജൂൺ 30, ജൂലൈ 1, 4, 5, 6 എന്നീ ദിവസങ്ങൾ അനുകൂലമാണ്. ദൈവാധീനം കൊണ്ട് സർവ്വകാര്യങ്ങൾക്കും വിജയമുണ്ടാകും. ധനലാഭം പ്രതീക്ഷിക്കാം. കുടുംബസുഖം, ശയനസുഖം, മനസ്സമാധാനം എന്നിവ ലഭിക്കും. ജോലിസ്ഥലത്ത് പുരോഗതി ഉണ്ടാവും. ശത്രുവിന്മേൽ വിജയം, രോഗമുക്തി എന്നിവ ലഭിക്കും. ജൂലൈ 2, 3 എന്നീ ദിവസങ്ങൾ ശുഭകരമല്ല. അനാവശ്യമായ യാത്ര, ചെലവുകൾ എന്നിവ ഉണ്ടാവാം. എങ്കിലും അത് നിയന്ത്രണ വിധേയമായിരിക്കും. ബന്ധുജനങ്ങളുമായി രമ്യതയോടുകൂടി മുന്നോട്ട് പോകുക. വാക്കുകളിൽ നിയന്ത്രണം ആവശ്യമാണ്. തൊഴിൽ തടസ്സം ഉണ്ടാവാം. വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാം. ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ബിസിനസ് ചെയ്യുന്നവർക്ക് അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് ദോഷങ്ങൾ ലഘൂകരിക്കുക. മീനൻ രാശിക്കാരായ പൂരുരുട്ടാതി അവസാനത്തെ മുക്കാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ജൂൺ 30, ജൂലൈ 1, 2, 3, 4 എന്നീ ദിവസങ്ങൾ അനുകൂലമാണ്. സർവ്വകാര്യങ്ങളിലും വിജയമുണ്ടാകും. കൃഷി ഇനത്തിൽ നിന്ന് നേട്ടം ലഭിക്കും. യശസ്സ് വർദ്ധിക്കും. സമ്മാന ലാഭമുണ്ടാകും. ജോലിസ്ഥലത്ത് അനുകൂലമായ പുരോഗതികൾ ഉണ്ടാവും. ഈശ്വരാധീനം വർദ്ധിക്കും. തീരുമാനങ്ങൾ ധൈര്യത്തോടെ ഏറ്റെടുത്ത് നടത്തും. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനയോഗം ലഭിക്കുന്ന സമയം കൂടിയാണിത്. ബന്ധുജനങ്ങളിൽ നിന്നും ഗുരുനാഥന്മാരിൽ നിന്നും അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും. ജൂലൈ 5 അനാവശ്യമായ ചെലവുകൾ, യാത്രകൾ എന്നിവ വരാം. ആരോഗ്യം ശ്രദ്ധിക്കുക. കോപം നിയന്ത്രിക്കുക. മനക്ലേശം, കുടുംബത്തിൽ കലഹം എന്നിവ വരാതെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു ആഴ്ച നേരുന്നു. കൂടുതൽ ഫലങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.